മൈനെ ഒരു 10 റുപ്യ താടാ വായ എന്തോ പോലെ ഇത്തിരി വെറ്റില വാങ്ങിക്കാനാണ്ടാ. അല്ല നിങ്ങൾ ഇപ്പോഴല്ലേ 1.5 ചെമ്പ് കഞ്ഞി കുടിച്ചത്? നിങ്ങളുടെ വയറ വാളേറെ ഡാമാ. 2 വെറ്റില കേട്ടേന് ഇങ്ങനെ വെളിച്ചപ്പാടുമാരി ഉറയുന്നത് എന്തിനാ മാന നീ ഉണ്ടാണ്ടിക്കണേ വെള്ളേ? അവൾക്കിപ്പോ വെറ്റില അയക്കേണ്ടാണ്. ഓ എടാ മാനെ, എനിക്കൊരു 20 രൂപ താടാ സോനാപ്പൊടി വാങ്ങിക്കാനാണ്. ഓ അന്ത്യോളം പണിയെടുക്കുക. എനിക്കൊരു സ്വർണ്ണവള വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. പിന്നെയല്ലേ നിങ്ങക്ക് സോനാപ്പപ്പടി? ഓ ഇവിടെ ജീവിതത്തിന് 2 അറ്റം കൂട്ടുമുട്ടാണ്ട് പഞ്ചിക്കാരോട് കെട്ടിവെച്ചിക്കാണ്. അപ്പാണ് നിങ്ങളുടെ വെറ്റിലും സോനാപ്പടിയും 3 നേരം കഞ്ഞി കിട്ടില്ലേ കുടിച്ചോണ്ട് കിടന്നോടെ. വഞ്ചിക്കയറ് എന്തിനാട്ടാ? നല്ല കെട്ടിഞ്ചിന്റെ കെട്ടുക വാങ്ങി കെട്ടടാ. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ മുണങ്ങിയിട്ട് അവൻ കൂട്ടം കൂടുന്നു. ഓ നിങ്ങളുടെ തളന്റെ കൂട്ടം കേട്ടതൊന്നും പാലക്കാടുള്ള കോട്ടമതിൽ നിങ്ങളുടെ പേരിലായി തന്നു. ആകെ എരുമയിലുള്ള 45 ഏക്കറ തന്നിട്ടുണ്ട്. അതിനാണിപ്പോ എന്താണ്ട് ഈ പെണ്ണ് 45 ഏക്കർ 4.5 സെന്റ് പോലെ പറയണത്? ഓ എന്റെ സ്വത്തുമാരെ മൂത്രമൊഴിക്കാൻ കൂടി 1 സെന്റ് കൊടുത്തിട്ടില്ല ഞാൻ. അവൻ വേണ്ട പറഞ്ഞ ഞാൻ കേട്ടാനാണ്. അവൻ മാനമുള്ളവൻ. അവന്റെ കെട്ടിയവളോ മഹാലക്ഷ്മി ഇവിടെയുണ്ട്. എന്നാ പോയിരിക്കും നിങ്ങളുടെ മഹാലക്ഷ്മിന്റെ കൂടെ. തളയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ചോറ് ഇവിടെയും കൂറ് അവിടെയോ. നിന്നെ കൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കണ്ട, ഇത് പാഴും കടവാണ്, നമ്മൾ പെരുവഴിയിലാവുന്ന്. അനുഭവിച്ചോ? നീ നന്നായി അനുഭവിച്ചോ? എന്ത് പാഴും കടവാ? ഇപ്പൊ ശരിയാക്കി തട. ഇത് രണ്ടിനെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. എന്താ അച്ഛാ, എന്താ അമ്മ കഴിയണ്? ഹാവൂ ഞങ്ങളുടെ തങ്കമകൻ സ്വത്തുകൂടി ഈ മഹാഭാവി ഞങ്ങളെ വൃദ്ധാശ്രമത്തോണ്ട് ആക്കണടാ. രമേശ് ചേട്ടാ, നീ എന്തിനാണ്ടാ ഇവരിങ്ങനെ വിഷമിപ്പിക്കണേ? അയ്യടാ കടകട്ട സ്വഭാവം രണ്ടിനെ. എനിക്കൊന്നും മയ്യത്തുകളെ നോക്കാൻ. അയ്യടാ ഇപ്പൊ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുമ്പോ ഇതൊന്നും നോക്കിയില്ലയോ? ആ കൂട്ടം നിങ്ങൾ കൂടണ്ട ചേച്ചി. ഞാൻ ഇതിനെ നല്ല പോലെ നോക്കുന്നുണ്ട്. ആ നോക്കും കണ്ണുകൊണ്ട് നോക്കും. ഒരു പൊറോട്ട വാങ്ങി തരാൻ പറഞ്ഞതിന് പുറം തല്ലി പൊളിച്ചവളാണ് ഇവിടെ. ഞങ്ങൾക്ക് ഒരു 10 രൂപ ചെലവിന് തരുന്നുള്ള ഞങ്ങൾ എന്ത് കാട്ടാനാണ്? ഒന്നും കാട്ടണ്ട, നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അയ്യടാ കേസ് കൊടുത്താലേ നീ നട്ടം തിരിയും രമേശേട്ടാ. ഓ പിന്നെ എന്ത് പിന്നെ? വയോജന സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന് മെയിന്റനൻസ് ട്രൈബ്യൂണൽ ഉണ്ട്. അവിടെ ഒരു കേസ് കൊടുത്താലേ നീ പെട്ടു. പെടട്ടെ എങ്ങനെയാണ്ടി മകളെ അവിടെ കേസ് കൊടുക്കുന്നത്? അമ്മ നേരിട്ടോ തപാൽ വഴിയോ അല്ലെങ്കിൽ ഏജൻസി വഴിയോ നമുക്ക് പരാതി കൊടുക്കാം. കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 27 ട്രൈബ്യൂണലുകൾ ഉണ്ട്. നമ്മുടെ ജില്ലയിൽ പാലക്കാടിലും ഒറ്റപ്പാലത്തും ഉണ്ട്. അമ്പോ നമ്മൾ കാണാത്ത കേസാ. ഒരു ചുക്കും ചെയ്യില്ല. ചുക്കും കുരുമുളകൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങിയിട്ടേ സ്വന്തം അച്ഛനമ്മ നോക്കാണ്ടായണ്ടല്ലോ ആ സ്വത്ത് മുഴുവൻ തിരിച്ചു വാങ്ങാനുള്ള വകുപ്പുണ്ട്. സ്വത്തുമാനെ എഴുതി വാങ്ങിയിട്ട് അവരെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം വെള്ളേ കലിപ്പ് തീരുന്നില്ലല്ലോ. അത് മാത്രമല്ല സൗമ്യ, അവരുടെ മരുന്നിനും ഭക്ഷണത്തിനുമായി ഇത്ര തുക കൊടുക്കണമെന്നുണ്ട്. തുക ചോദിച്ച വിളന്റെ തല്ലുപടി മകളെ. തല്ലിയാലേ വിവരം അറിയും. ഇവർക്ക് വേണമെങ്കിലേ പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം കിട്ടും. അപ്പൊ സ്വത്ത് തർക്കം വേഗം തീരണമെങ്കിൽ ഇവിടെ പോയാൽ മതിയില്ലേ? സ്വത്ത് തർക്കം തീർക്കലല്ല മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ ജോലി. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമാണ് പ്രധാനം. നമ്മളെ കണ്ടിട്ടല്ലടാ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നാളെ അവര് നമ്മുടെ ഇങ്ങനെ കാട്ടിയാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവൂടാ? അച്ഛനും അമ്മയാണ് നമ്മുടെ കുടുംബത്തിന്റെ വെളിച്ചം. അവര് പോയാ പിന്നെ എല്ലാം ഇരുട്ടാണ്.